ശ്രീലേഖ കലിപ്പിലാണ് എന്ന് തോന്നാം. പക്ഷേ ഒരു പ്രൊഫഷണൽ അച്ചടക്കം ആ ലേഡി കാട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല രൂപത്തിൽ അതൃപ്തി കാട്ടാം. ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അതൃപ്തി കാട്ടാം. അങ്ങനെ സംഭവിച്ചില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു, കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെട്ടു. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തിന്റെ പകുതിയായപ്പോൾ അവർ വേദി വിട്ട് പോകുന്ന, സദസ്സ് വിട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് ഒരുപക്ഷെ വലിയൊരു പ്രതിപക്ഷം, ഇപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷം കോൺഗ്രസും CPM ഒക്കെ ചേർന്ന LDF UDF മുന്നണികളാണ്. അവർക്ക് വലിയ രീതിയിൽ പറയാൻ സാധിക്കുന്ന BJP-യിൽ വലിയ തർക്കങ്ങളാണ്. ശ്രീലേഖ തീർത്തും അസംതൃപ്തയാണ്. പക്ഷെ ശ്രീലേഖയെ പോയി സ്പീക്കറും മേയറും ഡെപ്യൂട്ടി മേയറും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മേയറും എല്ലാം ചെന്ന് വീട്ടിൽ ചെന്ന് സന്തോഷപൂർവ്വം അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരു വിജയമൊക്കെ സംഭവിച്ച് അത് ജസ്റ്റ് അധികാരത്തിൽ കയറി വിമർശിക്കുന്നതിനൊക്കെ മുൻപ് കുറച്ച് ഒരു സമയം, ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. പക്ഷേ തീർച്ചയായും ഒരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട BJP നയിക്കുന്ന ഭരണകൂടത്തിന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട തലനാര് ഓരോ മുൻകാല ചെയ്തികളും, ഈ പറയുന്ന നേതൃത്വത്തിൽ വരുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള മുൻകാല ചെയ്തികൾ ഉൾപ്പെടെ എണ്ണി 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 പ്രതിപക്ഷം കണക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം BJP-ക്ക് ഭരണം കൊടുത്തത് പരാജയമാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത UDF LDF സംവിധാനങ്ങൾക്കുണ്ട്. കാരണം ഈ രണ്ട് സംവിധാനങ്ങളും BJP വിരുദ്ധതയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ല എങ്കിൽ BJP-ക്ക് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ, മറുപക്ഷങ്ങൾ, BJP ഇതര പക്ഷങ്ങൾ ആഘോഷമാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ശ്രീലേഖ IPS-നെ കുറിച്ച് കേൾക്കുന്നതിന് സ്ഥിരീകരണമില്ല. പക്ഷെ കേൾക്കുന്നത് ഒന്നുകിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ അനുവാദം കൊടുക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു. അങ്ങനെയെങ്കിൽ നഗരസഭയിൽ ഒരു വേക്കൻസി ഉണ്ടാകും. അവർ മത്സരിച്ച ശാസ്തമംഗലം വാർഡ് ഒരു പക്ഷെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അത് BJP-ക്ക് ജയിച്ചു വരാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഒരു ഹങ് സിറ്റുവേഷൻ വന്നേക്കാം. അത് BJP ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി മത്സരിച്ച് പരാജയപ്പെടുന്നു എങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പൊതുവെ ഉള്ള ഒരു നിഗമനം. അങ്ങനെ വളരെ വാല്യുബിൾ ഒരു റിസോഴ്സാണ്. ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതും ജയസാധ്യത വളരെ കുറവുള്ള BJP എന്ന കേരളത്തിലെ മൂന്നാം കക്ഷിയിലേക്ക് കടന്നു വരുമ്പോൾ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കൂടുതൽ ആളുകൾ, കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ വൻപൻ തോക്കുകൾ, വൻപൻ സ്രാവുകൾ BJP-യിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തീർച്ചയായും വളരെ കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖയുടെ ഒരു അതൃപ്തി. രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നതാണ് പ്രധാനം. അദ്ദേഹം കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയ ആദ്യം ജനതാദൾ പ്രതിനിധിയായും പിന്നീട് BJP-യുടെ പ്രതിനിധിയായും ഒക്കെ രാജ്യസഭയിൽ എത്തിയ ഒരു വ്യവസായ പ്രമുഖനാണ്. ഒരു കോർപ്പറേറ്റ് ശൈലിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വഴങ്ങുന്നത്. അപ്പൊ അവിടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ, മറ്റ് ഫാക്ടേഴ്സ്, RSSന്റെ ഇംഗിതം എല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഈ VV രാജേഷിനെ പോലെയുള്ള നേതാക്കൾ, അതുപോലെ B സുരേഷിനെ പോലെയുള്ള ശക്തരായ നേതാക്കൾ, അതുപോലെ ഉന്നതരായ കേരളത്തിലെ നേതാക്കൾ K സുരേന്ദ്രൻ, അല്ലെങ്കിൽ V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, അതുപോലെ KV കൃഷ്ണദാസ്, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ, MT രമേശ്, ഇതൊക്കെ ഉന്നത നേതാക്കളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന BJP-യുടെ നേതാക്കളാണ്. അപ്പം ആ അവരുടെയൊക്കെ ചിന്തകൾക്ക് ഉപരിയായി കേന്ദ്ര നേതൃത്വവുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു തീരുമാനമെടുത്താൽ ഒരുപക്ഷെ ഈ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒന്നിച്ച് കേന്ദ്രത്തിന്റെ ഒരു ആളായ രാജീവ് ചന്ദ്രശേഖരന്റെ ഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് അത് തന്നെയാണ് സംഭവിച്ചത്. രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായി ശ്രീലേഖ IPS എന്ന വ്യക്തി മേയർ ആകണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടി ആയിരിക്കണം ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഒരാൾ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാഡറിൽ നിന്ന് വരുന്ന IPS-കാരി കൂടിയായിരുന്ന ശ്രീലേഖയെ പരിഗണിച്ചത്. ഇതാണ് വിവരം. അത് മാത്രമല്ല കേന്ദ്ര നേതൃത്വം ആദ്യം മുതൽ തന്നെ ഒരുപക്ഷെ BJP-യിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ തിരുവനന്തപുരം മേയർഷിപ്പ് എന്നത് ഒരു വലിയ സാധ്യതയായി കണ്ടുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് വന്ന ഒരു ആൾ കൂടിയാണ്. അത് മാത്രമല്ല മേയർ എന്ന് പറയുന്നത് വലിയ തസ്തികയാണെന്നൊന്നും പറയാനാവില്ല, ആ രീതിയിൽ തസ്തികയാണെന്ന് പറയാനാവില്ല. പക്ഷെ പ്രോട്ടോകോൾ അനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ
ഏതെങ്കിലും ഒരു മുഖ്യ അതിഥി, പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, വിദേശ രാജ്യ തലവന്മാർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, ആര് വന്നാലും വേദിയിൽ ഒരിരിപ്പിടം പ്രോട്ടോകോൾ അനുസരിച്ച് മേയറുടെ അധ്യക്ഷതയിലാണ് പലപ്പോഴും ഒരു യോഗം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളിൽ നടക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നൽകുന്ന ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്. അത് വേണ്ട എന്ന് വെക്കാൻ BJPക്ക് ആവില്ല. അവിടെയാണ് ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അനർഗളമായി ഉന്നത വ്യക്തിത്വങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരാൾ, ഒരുപക്ഷെ BJPയുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഏത് നേതാവിനേക്കാൾ കൂടുതൽ തലയെടുപ്പോടെ തിളങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലായിരിക്കണം ശ്രീലേഖ IPSനെ അതിനുവേണ്ടി പരിഗണിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരൻ സെറ്റ് ബാക്ക് എന്ന് പറയാനാവില്ല. പക്ഷേ സംസ്ഥാന നേതാക്കൾ കൂട്ടം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കേന്ദ്രത്തെ അറിയിക്കുകയും കേന്ദ്രം അതിന് വഴങ്ങുകയും ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മിണ്ടാതിരിക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല. നോക്കൂ, ഒരു കാര്യം കൂടി ഈ തരുണത്തിൽ എന്റെ മനസ്സിൽ വരുന്ന പറഞ്ഞുകൊള്ളട്ടെ. എറണാകുളം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ട് ഒറ്റയ്ക്ക്, അല്ലെ UDF സംവിധാനത്തിന് ഭൂരിപക്ഷമുണ്ട്. ആരെ വേണമെങ്കിലും മേയറായി തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. അവിടെ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരു പേരുണ്ടായിരുന്നു, അത് ദീപ്തി മേരി വർഗീസ് എന്നായിരുന്നു എന്നാണ് പൂർണ്ണമായ വിശ്വാസം. ആരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആരും അങ്ങനെ വിശ്വസിക്കൂ. ദീപ്തിക്കാണ് അവിടെ തലയെടുപ്പ്. കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാണ്, യുവ നേതാവിന്റെ പേരാണ് ദീപ്തി. അപ്പൊ ദീപ്തിയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരു ഫോർമുല അനുസരിച്ച് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് പക്ഷങ്ങൾ ഒന്നിച്ചു. അപ്പൊ ലക്ഷ്യം ഒരു പക്ഷേ KC വേണുഗോപാൽ എന്ന ഉന്നത കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേന്ദ്ര നേതാവ് കൂടിയായ KC വേണുഗോപാലിന്റെ താല്പര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും മറ്റ് ഗ്രൂപ്പുകളും, അത് AI ഗ്രൂപ്പുകൾ എല്ലാം, മുൻകാല AI ഗ്രൂപ്പുകളും ഇപ്പോൾ സതീശനോടൊപ്പം നിൽക്കുന്ന ആളുകളും എല്ലാം ചേർന്ന് ഒരു ഫോർമുലയിലെത്തി എന്ന് പറയുമ്പോൾ, അതും BJP ഇവിടെ തിരുവനന്തപുരത്ത് നടത്തിയ നീക്കവും ചേർത്ത് വായിക്കുമ്പോൾ, കേന്ദ്രത്തിൽ നിന്നും അടിച്ചേൽപ്പിക്കുന്ന ഒരു നേതാവിനെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഇത് തദ്ദേശമാണ്, വികേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ. അവിടെ തദ്ദേശീയമായ വികാരങ്ങൾ പ്രതിഫലിക്കപ്പെടണം എന്ന് BJPക്കുള്ളിലും കോൺഗ്രസിനുള്ളിലും ആഗ്രഹമുണ്ടായി കാണാം. അതിന് ഗ്രൂപ്പുകൾ ഒരു പാലമായി പ്രവർത്തിച്ചിട്ടും ഉണ്ടാകണമെന്നാണ് എൻ്റെ പക്ഷം.